ഹലോ എക്സാം വിന്നർ സ്റ്റുഡൻസ്, നമ്മുടെ എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണ്. നമ്മുടെ സോഷ്യൽ സയൻസിലെ ജിയോഗ്രഫിയിലുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെതർ ആൻഡ് ക്ലൈമറ്റിലുള്ള ഈ ഒരു ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകാൻ പാടുള്ളൂ. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് റെയിൻഫോൾ, മഴ അല്ലേ, നമുക്കറിയാം മഴ പെയ്യണം, മഴ ചിന്നിപ്പായണം, അങ്ങനെ എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മഴകളെ കുറിച്ച് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മഴകൾ. പഠിച്ചു വെച്ചോ, നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോ. നമ്മുടെ A+ലേക്ക് നയിക്കുന്ന, ഫുൾ മാർക്കിലേക്ക് നയിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പഠിച്ചു വെച്ചോ. ടൈപ്സ് ഓഫ് റെയിൻഫോൾസ്, അല്ലെങ്കിൽ മഴ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമതായിട്ട് പറയുന്ന മഴ ഏതാണ്? ഓറോഗ്രാഫിക് റെയിൻഫോൾ. ഏതാണ്? ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് വെച്ചാൽ പർവ്വത മഴ എന്ന് പറയും. ഓറോഗ്രാഫിക് റെയിൻഫോൾ, പർവ്വത മഴ. എങ്ങനെയാണ് പർവ്വത മേഖലയിൽ മഴ പെയ്യുന്നത്? നോക്കിയാലും എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓറോഗ്രാഫിക് റെയിൻഫോൾ ഈസ് എ റെയിൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ മോയിസ്റ്റ് എയർ, അതായത് മോയിസ്റ്റ് ആയിട്ടുള്ള എയർ എന്ന് വെച്ചാൽ എന്താണ്? ഈർപ്പമുള്ള കാറ്റ്. ഈർപ്പമുള്ള കാറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് പഠിച്ചു വെക്കണേ. മോയിസ്റ്റ് എയർ ഈസ് ഫോഴ്സ്ഡ് ടു റൈസ് ഓവർ എ മൗണ്ടെയിൻ. ഈ ഈർപ്പമുള്ള കാറ്റ് എന്ത് ചെയ്യും? പർവ്വത പ്രദേശത്ത് മുകളിലേക്ക് അങ്ങോട്ട് ഉയരും. ഇങ്ങനെയാണ് ഈ മഴ പെയ്യുന്നതെന്നാണ് പഠിച്ചു വെക്കേണ്ടത്. ആസ് ദ എയർ റൈസസ്, ഈ എയർ എന്ത് ചെയ്യും? അങ്ങനെ റൈസ് ചെയ്തതിന് ശേഷം ഇറ്റ് കൂൾസ്, അത് കൂളാവും. ദെൻ ഇറ്റ് കണ്ടൻസസ് ഇൻ ടു ക്ലൗഡ്, അത് ഘനീഭവിച്ചിട്ട് കണ്ടൻസേഷൻ സംഭവിച്ചിട്ട് അത് എന്തായി മാറും? ക്ലൗഡായിട്ട് മാറും. കണ്ടൻസേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇത് ക്ലൗഡ്, അല്ലെങ്കിൽ മേഘമായിട്ട് മാറും. മേഘമായി മാറിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? മഴയായി പെയ്യൂലേ? ക്ലൗഡ്സ് ആൻഡ് പ്രൊഡ്യൂസ് റൈന്. അങ്ങനെയാണ് റൈൻ അല്ലെങ്കിൽ മഴ പെയ്യുന്നത്. റെയിനി അല്ലെങ്കിൽ ഇങ്ങനെ മഴ പെയ്യുന്ന സിസ്റ്റം അല്ലെങ്കിൽ ഓറോഗ്രാഫിക് റെയിൻഫോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. എങ്ങനെയാണ് ഈ ഓറോഗ്രാഫിക് റെയിൻഫോൾ സംഭവിക്കുന്നതും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് പഠിച്ചു വെക്കാം. അതുപോലെ എന്താണ്? പർവ്വതത്തിന് ഒരു ഭാഗത്ത് മഴ പെയ്യുമ്പോൾ മറ്റേ ഭാഗത്ത് മഴ പെയ്യൂല അല്ലേ? ഒരു സൈഡിൽ മഴ പെയ്യുമ്പോൾ മറ്റേ ഭാഗത്ത് എന്ത് ചെയ്യില്ല? മഴ പെയ്യൂല. ഇത് വലിയൊരു പ്രശ്നമാണ്. അതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. നോക്കിക്കോ, ഈ റെയിൻ ഷാഡോ റീജിയൻ, അങ്ങനെ മഴ കുറച്ച് കിട്ടുന്ന, മഴ പെയ്യാത്ത ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും? റെയിൻ ഷാഡോ പ്ലേസസ് അല്ലെങ്കിൽ മഴ നിഴൽ പ്രദേശങ്ങൾ എന്ന് വിളിക്കും. ഈ റെയിൻ ഷാഡോ റീജിയൻ ഈസ് ദ ഡ്രൈ ഏരിയ. അവിടെ എന്താണ്? ഡ്രൈ ആണ്. ഡ്രൈ ഏരിയാസിൽ മഴ പെയ്യോ? ഇല്ല. ഓൺ ദ ലീവാർഡ് സൈഡ് ഓഫ് മൗണ്ടെയിൻ, അതായത് എതിർവശം, മഴ പെയ്യാത്ത എതിർവശം, പർവ്വതത്തിന് എതിർവശം, വേർ വെരി ലിറ്റിൽ റെയിൻഫോൾ ഈസ് റിസീവ്ഡ് ബിക്കോസ് ദ മൗണ്ടെയിൻ ബ്ലോക്സ് ദ മോയിസ്റ്റ് ക്യാരിയിങ് വിൻസ്. ആ മോയിസ്റ്റ് ക്യാരിയിങ്, അതായത് ഈർപ്പമുള്ള കാറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് മഴ പെയ്യാത്തത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മഴ നിഴൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ റെയിൻ ഷാഡോ പ്ലേസസ് എന്ന് വിളിക്കുന്നത്. ഷാഡോ എന്ന് വെച്ചാൽ എന്താ? നിഴൽ പോയില്ലാത്ത സ്ഥലം, വെറും നിഴൽ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ എന്താ? അവിടെ ഒന്നും കിട്ടുന്നില്ല, അതാണ് ഉദ്ദേശിക്കുക. അപ്പം നമ്മൾ ഓറോഗ്രാഫിക് റെയിൻഫോൾ പഠിക്കുമ്പോൾ തന്നെ മഴ നിഴൽ പ്രദേശങ്ങളെയും കുറിച്ചിട്ട് റെയിൻ ഷാഡോ പ്ലേസസിനെ കുറിച്ചും പഠിക്കണം. അടുത്ത മഴ ഏതാ? നമ്മളെപ്പോഴും പറയുന്ന ഒരു മഴ, 4 മണിക്ക് പെയ്യുന്ന മഴ. 4 മണി, വൈകുന്നേരം 4 മണിക്കൊക്കെ ചില സമയത്ത് മഴ പെയ്യാറുണ്ടല്ലോ. ആ മഴയാണ് ഇത് കൺവെൻഷണൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. ഏതാണ് കൺവെൻഷണൽ റെയിൻഫോൾ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ സംവഹന വൃഷ്ടി എന്നൊക്കെ നമ്മൾ പറയും. എന്താ പറയുക? സംവഹന വൃഷ്ടി. ഈ മഴ എങ്ങനെ പെയ്യുക? നമ്മൾ സാധാരണയായിട്ട് മഴ പെയ്യുന്ന പ്രോസസ്സ് ഒക്കേഴ്സ് വെൻ ദ സൺ ഹീറ്റ്സ് ദ എർത്ത് സർഫേസ്. സൂര്യൻ്റെ താപമേറ്റിട്ട് നമ്മുടെ ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിക്കുന്നു. സ്വാഭാവികമായിട്ട് ചൂട് പിടിക്കുന്ന ഉപരിതലത്തിൽ എന്താണ്? ഒരുപാട് ജലസ്രോതസ്സുകളുണ്ട്. ഈ ജലസ്രോതസ്സുകളിൽ നിന്നും നീരാവി മുകളിലേക്ക് പോകുന്നു. കോസിങ് വാം മോയിസ്റ്റ് എയർ ടു റൈസ്. അതെന്ത് ചെയ്യും? ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകും. ആസ് ദ എയർ റൈസസ് ഇറ്റ് കൂൾസ് കണ്ടൻസസ് ഇൻ ടു ക്ലൗഡ്. അതെന്തായി മാറും? മേഘമായിട്ട് മാറും. അതിനുശേഷം ദെൻ ഫോൾ ആസ് എ റൈൻ. അത് മഴയായിട്ട് എന്ത് ചെയ്യും? പെയ്യും. സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കുന്ന പ്രോസസ്സ് തന്നെ. ചൂട് പിടിക്കുന്നു, അത് സ്വാഭാവികമായിട്ട് മുകളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് പോകുന്നു. അത് കണ്ടൻസേഷൻ സംഭവിച്ച് മേഘമായി മാറുന്നു. ആ മേഘത്തിൽ നിന്ന് മഴയായി പെയ്യുന്നു. സിമ്പിൾ പരിപാടി. 4 മണി മഴ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഇതിനെ പറയും. ഒരു മഴ കൂടെ പഠിച്ചോ. എന്താണ്? സൈക്ലോണിക് റെയിൻഫോൾ, ചക്രവാത വൃഷ്ടി. മഴയെ നമ്മൾ വൃഷ്ടി എന്നും കൂടെ പറയും മലയാളത്തിൽ. ചക്രവാത വൃഷ്ടി എന്ന് പറയും. നോക്കിയാലോ, ഇത് ന്യൂനമർദ്ദവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സാധനമാണ്. ചെറുങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ എന്താണ്? സൈക്ലോണിക് റെയിൻഫോൾ ഒക്കേഴ്സ് വെൻ വാം ആൻഡ് കോൾഡ് എയർ മാസസ് മീറ്റ് ഇൻ എ ലോ പ്രഷർ ഏരിയ. ന്യൂനമർദ്ദ പ്രദേശത്ത് വെച്ചിട്ട് 2 ആൾക്കാർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ആരൊക്കെയാണ്? വാം ആൻഡ് കോൾഡ് എയർ. വാം ആയിട്ടുള്ളതും കോൾഡ് ആയിട്ടുള്ള എയർ തമ്മിൽ എന്താണ്? ഈ ലോ പ്രഷർ റീജിയനിൽ വെച്ചിട്ട്, ന്യൂനമർദ്ദ പ്രദേശത്ത് വെച്ചിട്ട് അവർ തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ദെൻ വാം എയർ ഈസ് ഫോഴ്സ്ഡ് ടു റൈസ്. അങ്ങനെ വാം ആയിട്ടുള്ള ആ ഒരു എയർ എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യും? അത് റൈസ് ചെയ്യും. അത് കൂൾ ചെയ്യും. അത് കണ്ടൻസേഷൻ സംഭവിക്കും. അത് പ്രൊഡ്യൂസ് റൈന്. അതെന്ത് ചെയ്യും?
റെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മൾ പറയുന്ന 3 മഴകൾ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇത് പഠിച്ചു വെക്കണം, എക്സാമിന് സെറ്റ് ചെയ്ത് പഠിച്ചു വെക്കണം, അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ കുട്ടികളെ, ഓക്കെ മക്കളെ, അപ്പോൾ അടിപൊളിയാക്കുക, സെറ്റാക്കുക. ഓക്കേ.